ഇന്ന് നമുക്കൊരു അതിഥിയുണ്ട്. അതിഥിയെ ഒരുപക്ഷെ നിങ്ങൾക്ക് മുഖം കണ്ടാൽ വളരെ പെട്ടെന്ന് മനസ്സിലാവും. കാരണം നമ്മൾ ഈ സാധാരണ ഇവിടുത്തെ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികളെയൊക്കെ പറയാറുണ്ടല്ലോ, അങ്ങനെ ഒരു വലിയ സെലിബ്രിറ്റിയാണ്. പേര് മുബാറക് ജസ്തി. ശരിക്കും പേര് അങ്ങനെ അല്ലെന്നാണ് തോന്നുന്നത്, പക്ഷെ മുബാറക് നിക് നെയിം മുബാറക് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് മുബാറക് എന്ന് വിളിക്കാം. കേരളത്തിൽ കൽപ്പണി ചെയ്യാനായി ബംഗാളിൽ നിന്നെത്തിയ മുബാറക് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ്. ഇൻസ്റ്റാഗ്രാമിൽ 3 ലക്ഷത്തിലേറെ ഫോളോവേഴ്സ് ഉള്ള മുബാറക് ഇപ്പോൾ വോട്ട് ചെയ്യാൻ സ്വദേശമായ ബംഗാളിലേക്ക് പോയിരിക്കുകയാണ്. നാട്ടിലേക്കുള്ള ഈ യാത്രയും മുബാറക് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിരുന്നു. നമ്മൾ ആ റീല് കണ്ട ശേഷം മുബാറക്കിലേക്ക് എത്താം. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പൈനാപ്പിൾ പാക്കിംഗ് ചെയ്ത് പിന്നെ ഞാൻ രാത്രി 10 മണിക്ക് അൽഫാം മന്തി പാക്കിംഗ് ചെയ്തിട്ട് ഞാൻ എത്തി കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനില്. ഇവിടെ എത്തിയിട്ട് അൽഫാം മന്തി കഴിച്ചിട്ട് കുറച്ച് ഉറങ്ങിട്ട് നെയ്ച്ചിട്ട് നമ്മളുടെ ഫോളോവേഴ്സിന്റെ കൂടെ പരിചയമായി. നമ്മളുടെ ഈ സുഹൃത്തുക്കൾ പോകണ്ടോ ടൂറില്, ഞാൻ പോകണ്ടോ നാട്ടില്. പിന്നെ ഞാൻ രാത്രി 2 മണിക്ക് ട്രെയിനില് കയറി. ഇപ്പൊ ഈ ട്രെയിനില് 42 മണിക്കൂർ യാത്ര ചെയ്യണം. ഈ 42 മണിക്കൂർ ഒരു സ്ഥലത്ത് നമുക്ക് നിൽക്കാൻ കഴിയൂല. ഇങ്ങോട്ട് അങ്ങോട്ട് പോണം, എൻജോയ് ആക്കണം. ഈ പ്രവാസം കുട്ടികാലിന്റെ കൂടെ കളിച്ചിട്ട് 42 മണിക്കൂർ എങ്ങനെ പോയി നമുക്ക് അറിഞ്ഞില്ലേ. പിന്നെ യാത്രാകച്ചിൽ അറിഞ്ഞിട്ട് ആൾക്കാരെ കണ്ടിട്ട് ഞാൻ മനസ്സിലായി, ഒരു ദിവസമില് എത്ര ആൾക്കാർ വരുന്നുണ്ട് വെസ്റ്റ് ബംഗാളില്, പിന്നെ എത്ര ആൾക്കാർ കേരളത്തിൽ ഉണ്ട്. ഗൈസ് കേരളത്തിൽ ഒരുപാട് ആൾക്കാർ പണിയെടുത്തിട്ട് പണി തീർന്നില്ലേ. എത്ര ബർക്കത്തുള്ള കേരള. അപ്പോൾ നമ്മളുടെ കൂടെ ചേരുന്നത് മുബാറക്കാണ്. മുബാറക് ബംഗാളിൽ നിന്നാണ് വരുന്നത്. ബംഗാളിൽ നിന്നാണ് ഇപ്പൊ നമ്മളോടൊപ്പം ലൈവിൽ വരുന്നത്. മുബാറക് നമസ്കാരം. നമസ്കാരം. കേരള എല്ലാ മലയാളം ആൾക്കാർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ, അതെ വിഷു ആശംസകൾ. കാരണം ഞാൻ കേരളത്തിൽ വെൽക്കം. ഞാനിപ്പോ ഉള്ളത് വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദിലെ. ഞാൻ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വന്നേ, പിന്നെ നിങ്ങളുടെ കോൾ വന്നേ, പിന്നെ ഞാൻ ലൈവില് വന്നേ. ഞാൻ ഇന്നിങ്ങനെ ഇരുന്നിട്ട് മുബാറക്കിന്റെ വീഡിയോ ഒക്കെ കാണുമായിരുന്നു. ഇപ്പൊ മക്കളൊക്കെ സുഖമായിട്ട് അവിടെ എത്തിയല്ലോ അല്ലേ? ഓ സുഖം സുഖം, എല്ലാവർക്കും സുഖം. നിങ്ങളുടെ സ്നേഹമില്ലേ ഭയങ്കര സുഖം. നോക്കിയപ്പോ ആ വീഡിയോയിലെ ആൾക്കാരെ കണ്ടപ്പോ മുബാറക്ക് പറഞ്ഞ പോലെ തന്നെ നമ്മളും ഞെട്ടിപ്പോയി. ഇത്ര അധികം ആൾക്കാര്. ഇതിപ്പം വോട്ട് ചെയ്യാനാണ് മുബാറക്ക് അടക്കം പോയത്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നോ? ഇപ്പൊ പോയില്ലെങ്കിൽ ഞങ്ങളുടെ വോട്ട് പോവും, നമ്മള് ചിലപ്പോ സിറ്റിസൺ അല്ലാണ്ടാവും എന്നൊക്കെ അങ്ങനെ പറയുന്ന ഒരു പേടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കണോ? അങ്ങനെ വല്ല നിങ്ങളുടെ ഇടയിൽ അങ്ങനെ വല്ല സംസാരം ഉണ്ടായിരുന്നോ? അതെ ഫസ്റ്റ് അങ്ങനെ ഞാൻ കേട്ടിന് നമ്മളുടെ നാട്ടിലെ കുറെ ആൾക്കാര് പറഞ്ഞതാ. അതെ ഈ പ്രാവശ്യം വോട്ട് അടിച്ചില്ലാത്തോ വോട്ട് കട്ടാവും അങ്ങനെ കേട്ടിന്. അതുകൊണ്ട് പേടിച്ചിട്ട് നമ്മൾ വന്ന്. ഞാൻ മാത്രമില്ല, കുറെ ആൾക്കാർ ഒക്കെ നമ്മളുടെ വെസ്റ്റ് ബംഗാളിന്റെ എല്ലാ ആൾക്കാരും ഇവിടെ വന്ന്. നമ്മളുടെ നാട്ടിലെ ഇപ്പൊ ഫുൾ ആൾക്കാർ ഇപ്പൊ ഭയങ്കര തിരക്കുള്ള നാട്ടിലായി. ഇപ്പൊ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ 23 ഉത്സവം പോലെ അല്ലെ? ഇപ്പൊ ഞാൻ മലപ്പുറത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ആഘോഷവും പാട്ടും ഡാൻസും ഒക്കെയാണ്. ഈ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് എങ്ങനെയാ? ബംഗാളില് ഉണ്ട്, പക്ഷെ ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞില്ലേ. ഇലക്ഷൻ നമ്മളുടെ വോട്ട് അടിക്കുന്ന ടൈം ആയില്ലേ. ഇപ്പൊ 23 ഇലക്ഷൻ നമ്മളുടെ നാട്ടിലെ വെസ്റ്റ് ബംഗാളിലെ. അവിടെ എങ്ങനെയാ തെരഞ്ഞെടുപ്പ് ഈ പ്രചാരണമൊക്കെ എങ്ങനെയാ? ഇതുപോലെ വോട്ട് ചോദിച്ച് സ്ഥാനാർത്ഥികളൊക്കെ വരുമോ? എങ്ങനെയാ അത്? കേൾക്കുന്നില്ല. ഈ വോട്ട് ചോദിച്ചേ മത്സരിക്കുന്ന ആളുകളൊക്കെ വരുവോ? ഈ കേരളത്തിലുള്ളത് പോലെ ആണോ എന്ന് ചോദിക്കായിരുന്നു. അതെ ഇപ്പൊ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് എല്ലാ ആൾക്കാരും ഇപ്പൊ പോവും. ഒക്കെ തോത്കാൽ ടിക്കറ്റ് ഒക്കെ റെഡിയാക്കി വെച്ച് ഇപ്പൊ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് തോത്കാൽ ടിക്കറ്റ് അടിച്ചിട്ട് ഒക്കെ കേരളത്തിൽ പോവും. ഒക്കെ കാത്തു നിൽക്കുന്നുണ്ട്. കാരണം കേരളത്തിൽ പോണം. കേരളത്തിൽ പോയില്ലാത്തോ നമ്മളുടെ ശരിയാവില്ല. നമ്മളുടെ ജീവിതം അടിപൊളി ആവൂല. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനിയിപ്പോ കൗണ്ടിങ് കഴിയണവരെ വെയിറ്റ് ചെയ്യോ, അതോ വോട്ട് ചെയ്തിട്ട് നേരെ ഇങ്ങ് പോരുവോ? വോട്ട് ചെയ്തിട്ട് ചില ആൾക്കാർ ഇന്ന് വോട്ട് അടിച്ചാല് ഇന്ന് പോവും. ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്. ഞാൻ ചിലപ്പം അങ്ങനത്തെ പോലെ ചെയ്യും, പക്ഷെ കൺഫേം ഇല്ല. എല്ലാ ആൾക്കാരും അങ്ങനത്തെ പോലെ ചെയ്യും. വോട്ട് അടിച്ചിട്ട് ഒരു ദിവസം 2 ദിവസം ഉള്ളിൽ ഒക്കെ പോവും. ഓക്കെ. ഇവിടെ ആകെ പ്രശ്നമാ പറയുന്നത്. നിങ്ങളൊക്കെ തിരിച്ചു പോയപ്പോഴേ ഇവിടെ ജോലിക്കൊന്നും ആളില്ല, എല്ലാ ഭാഗത്തും ആകെ പ്രശ്ന.
അതെ അതെ ഞാൻ കേട്ടിന്. കേട്ടിന് സ്ലാങ് വരെ മുബാറക്ക് നല്ല മലപ്പുറം കോഴിക്കോട് സ്ലാങ് വരെ പിടിച്ചു. മുബാറക്കിന്റെ ഓരോ റീലും കൂടെ ഞാനൊന്ന് കാണിച്ചു കൊടുക്കട്ടെ പ്രേക്ഷകർക്ക്, എന്നിട്ട് വരാം. ഓ ഓ ഓ താങ്ക് യു. ഹലോ ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ വേറെ ഗ്രാമത്തില് വന്നിട്ട് പൂലി പറിച്ച്. ഗൈസ്, നമ്മളുടെ ചങ്ങായിമാർ പറയണ്ടേ ഈ പൂലി പറിച്ചിട്ട് നമ്മൾ ഒരു ജ്യൂസ് അടിക്കാം. ഗൈസ്, നമ്മളുടെ ഈ ചങ്ങായിമാർ പൂലിന്റെ ജ്യൂസ് എങ്ങനെ അടിക്കാൻ നോക്കട്ടെ. പിന്നെ നമ്മൾ ഭയങ്കര തന്തമുള്ളവരെ സ്പ്രൈറ്റ് കൊണ്ടുവന്ന്, പിന്നെ നമ്മൾ എല്ലാ ആൾക്കാരും പൂലിന്റെ തോല് പറിച്ചിട്ട് അടിപൊളിയാക്കിട്ട് മേസാക്കി. ഇപ്പൊ നമ്മളുടെ അടുത്തുണ്ട് ഉപ്പുപൊടി ഉണ്ട്, പിന്നെ മിഠായി ഉണ്ട്. ഈ മിഠായിക്ക് അടിപൊളിയാക്കിട്ട് പൊട്ടിക്കണം, പൊട്ടിച്ചിട്ട് ഈ ജ്യൂസിൽ ഇടണം. ഗൈസ്, ഈ ഉള്ള മിഠായി കൊടുത്താലേ ജ്യൂസ് അടിപൊളിയാവും. ഈ ജ്യൂസ് ഇപ്പൊ എങ്ങനെ നോക്കട്ടെ ഗൈസ്, നമുക്ക് അറിയില്ല എന്താവും ഈ ജ്യൂസ് കഴിച്ചിട്ട്. ഗൈസ്, ഈ ജ്യൂസ് ഞാൻ ഫാസ്റ്റ് കുടിക്കൂല, ചങ്ങായിമാർ ഫാസ്റ്റ് കുടിച്ചോട്ടെ, പിന്നെ നമ്മൾ കുടിക്കാം. പിന്നെ ഗൈസ്, ഈ ചങ്ങായിമാർ ജ്യൂസ് കുടിച്ചിട്ടൊക്കെ പ്രാന്തായി ഗൈസ്. പിന്നെ ഞാൻ ഈ പ്രാന്തമാർ എന്താ ചെയ്യണ്ടേ പറഞ്ഞിട്ട് ഞാൻ ജ്യൂസ് കുടിച്ചു ഗൈസ്. പിന്നെ ഞാൻ മനസ്സിലായി ഈ ആൾക്കാർ എന്തിനു പ്രാന്ത പോലെ ചെയ്യണ്ടേ. ഗൈസ്, ഈ ജ്യൂസിലെ എത്ര പുളി ഉണ്ട് ഞാൻ വിചാരിച്ചില്ലേ ഗൈസ്, ജാസ്തി പുളി. ഹലോ ഗൈസ്, എല്ലാവർക്കും പുളി ജ്യൂസ് എങ്ങനെ ഉണ്ടായിരുന്നു? പുളി ജ്യൂസ് ശരിക്ക് നമ്മള് റീലില് ചിലത് പറയും, പക്ഷെ ശരിക്കും എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല നല്ല അടിപൊളി. വയറിന് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ? അടിപൊളി. നമ്മളുടെ ഹലോ, ഞാൻ ചോദിക്കാം, വയറിന് അസുഖമൊന്നും വന്നില്ലല്ലോ? അല്ലല്ല, അസുഖം ഇന്റെ വന്നില്ല, ബാക്കി ആൾക്കാരുടെ വന്നി. ഓഹോ, അത് ശരി. നിങ്ങൾ ഇത് ഉണ്ടാക്കിയത് കണ്ട ആളുകളൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കുടിച്ചാണ് ഇപ്പൊ. മുബാറക്ക്, എപ്പോഴേ നമ്മളിങ്ങനെ പറയും, നിങ്ങൾ ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്നൊക്കെ നിങ്ങളെ വിളിക്കുക, അല്ലെങ്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്നൊക്കെ പറയും. അതിനെ മാറ്റി നമ്മൾ അതിഥി തൊഴിലാളികൾ എന്നാക്കി. നിങ്ങൾ ഞങ്ങളുടെ ഇവിടുത്തെ കേരളത്തിന്റെ ഗസ്റ്റ് മാറി. ഇപ്പൊ എനിക്ക് തോന്നുന്നു മുബാറക്കൊക്കെ കേരളത്തിന് വേണ്ടി ലോകത്തോട് സംസാരിക്കുകയാണ്. കേരളം നല്ലതാ, ബെസ്റ്റ് ആണ് എന്നൊക്കെ ഈ റീൽസ് കൂടെയൊക്കെ ലോകത്തോട് പറയാണല്ലോ. എന്താ മുബാറക്കിന്റെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ കേരളത്തിൽ വന്നിട്ട്? എല്ലാം നല്ലതാണോ, മോശമുണ്ടായിണ്ടോ? മേഡം, ഒരു വർധന പറയണ്ട്. നമ്മളിപ്പോ നാട്ടിലെ വന്നിട്ട് ഒരാഴ്ച 10 ദിവസമായി. ഈ 10 ദിവസത്തില് ഞാൻ മനസ്സിലായി നമ്മളുടെ നാട്ടിൽ നമ്മളുടെ കേരള എത്ര ഡിഫറൻസ്. നമ്മളുടെ നാട്ടിലെ സത്യം പറഞ്ഞാല് സോഷ്യൽ മീഡിയയിലെല്ലാം പറയാൻ പറ്റൂല, നമ്മളുടെ നാട്ടില് ജീവിച്ചിട്ട് ഒരു സുഖമില്ല. ഭയങ്കര ഒരു പ്രോബ്ലം ഉള്ള നമ്മളുടെ ഈ സംസ്ഥാനം. ബംഗാളിൽ ജീവിച്ചിട്ട് ഒരു സുഖമില്ല എന്നാണോ പറയണേ? അതെ അതെ അതെ, ബംഗാളിലുള്ളവർ കേൾക്കണ്ട. അത് സോഷ്യൽ മീഡിയയില് പറയാൻ കഴിയൂല. ഇതാ ഇവിടെ വന്നാല് നമ്മളുടെ മലയാളി സുഹൃത്തുക്കളെ ഇവിടെ വന്നാലേ മനസ്സിലാവും. പിന്നെ അത്ര മനസ്സിലാവൂലേ. ഞാൻ ഇപ്പൊ ബംഗാളി ആൾക്കാർ ഇപ്പൊ ഞാൻ മൊത്തം മനസ്സിലാവും, പക്ഷെ വേറെ ആൾക്കാർ ഇത്ര മനസ്സിലാവില്ലേ. നമ്മളുടെ മോളിൽ നിൽക്കുന്ന ആൾക്കാർ ഈ പറഞ്ഞാലേ ഗവൺമെന്റിലെ നമ്മളുടെ നിങ്ങൾ വിചാരിച്ചോ ഇപ്പൊ പാസ്പോർട്ട് ഉണ്ടാകാൻ പോകുന്നുണ്ടോ? പിന്നെ ഒരു ഇപ്പൊ ഏഷായാർ, ഹലോ പറഞ്ഞോ, കേൾക്കാം കേക്കുണ്ടോ? കേൾക്കാം. ഈ ഏഷായറില്ലേ, ഇപ്പൊ ഏഷായറിന്റെ പരിപാടി, ഈ ഏഷായറിലെ ഒരുപാട് പേപ്പർ റെഡിയാക്കാൻ ആൾക്കാരെ ഒക്കെ പേപ്പർ റെഡിയാക്കിയിട്ടൊക്കെ പ്രാന്തായി. എത്ര ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ പറഞ്ഞാലേ നിങ്ങൾ മനസ്സിലാവില്ല ആയിരിക്കും. കാരണം ഞാനിപ്പോ 10 ദിവസമായി ഇവിടെ വന്നിട്ട് 10 ദിവസമില്ലേ ഓരോ ടൈം ആൾക്കാർ റേസ് എടുത്തില്ല, മറ്റേ പേർ കട്ടായില്ല. ആ ആൾക്കാരിന്റെ ഭയങ്കര ടെൻഷനുള്ള ടൈം. ഇപ്പോ ചില ആൾക്കാർ ടെൻഷനായിട്ട് അത് ഹാർട്ട് അറ്റാക്ക് ആവുണ്ടോ, ഭയങ്കര ഒരു ടെൻഷൻ. പിന്നെ നിങ്ങളിപ്പോ വിചാരിച്ചോ ഞാൻ ഒരു പാസ്പോർട്ട് ഉണ്ടാക്കും, ആ പാസ്പോർട്ട് ഉണ്ടാക്കല് കൊറിയ അത് എന്താ പറയാ, അത് വേണം, ക്യാഷ് കൊടുക്കണം, കൂടുതലാ. പിന്നെ അങ്ങനെ ഉണ്ട്, കൊറേ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ വേഗം തീർത്തിട്ട് വേഗം കേരളത്തിലേക്ക്, നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരും. ഇപ്പൊ നമ്മുടെ നാടാ അല്ലെ, നമ്മുടെ നാട്ടിലേക്ക് വേഗം തിരിച്ചു വരും. നമുക്ക് മലപ്പുറത്ത് വെച്ച് എപ്പോഴെങ്കിലും കാണാം കേട്ടോ.
ഓ ഇൻഷല്ല കാണാം. ഇൻഷാല്ല കാണാം. മുബാറക് ജസ്റ്റി, മുബാറക്കിനെ പോലെയുള്ള ഒരുപാട് 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 ഭായിമാർ, നമ്മൾ അങ്ങനെയല്ലേ പറയാറ്, അവരെ ഭായിമാർ ചേർന്നാണ് ഇപ്പോൾ കേരളത്തിന്റെ ഒരു തൊഴിൽ മേഖലയെ അവരാണ് നിലനിർത്തുന്നത്. അവരൊക്കെ കൂടി ഒരു ആശങ്കയിൽ ഇത്തവണ ഇലക്ഷന് പോയില്ലെങ്കിൽ, വോട്ട് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേര് വെട്ടും, പിന്നെ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും എന്നൊരു പ്രചാരണം അവരുടെ ഇടയിൽ വലിയ വ്യാപകമായി. അതുകൊണ്ട് എല്ലായിടത്തുനിന്നും കൂട്ടത്തോടെ ഇവിടെ എത്തി തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഇതര സംസ്ഥാനത്തു നിന്നുള്ള ആളുകളൊക്കെ മടങ്ങിപ്പോയി. അതോടുകൂടി പല മേഖലകളും പ്രതിസന്ധിയിലാണ്. കണ്ണൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തത് മത്സ്യബന്ധന മേഖലയുടെ കാര്യമാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഹോട്ടൽ മേഖല, ഏത് സ്ഥലം എടുത്താലും അവിടെയൊക്കെ ഇവർ ഉള്ളത് കൊണ്ട് മാത്രം നിന്നു പോകുന്ന ഭാഗങ്ങളുണ്ട്. അവിടെയൊക്കെ ഈ പ്രതിസന്ധിയുടെ നമ്മൾ ഒരു റീലും കൂടെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഞാൻ ചോറ് കഴിക്കണ്ടേ അങ്ങനെ പറഞ്ഞാലേ ഹിന്ദിയിൽ പറയണം. ഇപ്പൊ ഞാൻ സോറി അഭി മേ ഖാന ഖാ രഹാ ഹൂ അങ്ങനെ പറയണം. ഞാൻ ഇപ്പോ കഴിച്ചു, നിങ്ങൾ കഴിച്ചോ? ഹിന്ദി മേ ഖാ ലിയ, തും ലോഗ് ഖായാ? ഇപ്പോ ഞാൻ പണി തോടിങ്ക. ഹിന്ദി അഭി മേ കാം ചാലു കറുങ്ക. ഇപ്പോ ഞാൻ പണി തോടിങ്ക ഗൈസ്. അത് ഹിന്ദിയിലെ പറഞ്ഞാലേ അഭി മേ കാം ചാലു കർ ദിയ. എപ്പോ ഞാന് കുഞ്ചിപ്പ കാലിക്കോട്ട് പോകുന്നതേ. ഹിന്ദി കബ് ജാ രഹാ ഹേ കുഞ്ചിപ്പ കാലിക്കട്ട് മേ. ഇപ്പോ പണി കഴിഞ്ഞു. കോഴിക്കോട്ടേക്ക് എപ്പോഴാണ് പോകുന്നതെന്നാണ് ചോദിച്ചത്. വളരെ വളരെ നന്ദി ഞങ്ങളോടൊപ്പം വന്നതിനും സംസാരിച്ചതിനും. മുബാറക്ക് നാട്ടിൽ പോയതാണ്, അവിടെ നിന്നാണ് നമ്മളോട് സംസാരിച്ചത്. ഇതുപോലെയുള്ളവരെയൊക്കെ നമുക്ക് സ്നേഹത്തോടെ ചേർത്ത് നിർത്താം.